മുത്തുമണികളെ ഒരു ബിഫോർ ആഫ്റ്റർ വർക്കുകൾ കണ്ടോളി. ഈ രണ്ട് ഗേറ്റില്ലേ, ഈ ഗേറ്റിൻ്റെ ഈ സൈഡിലുള്ള പുല്ല്, അതേപോലെ ഈ സൈഡിലുള്ള പുല്ലുണ്ടല്ലേ, ഈ കാണുന്ന പുല്ലുകൾ ഇതൊരു വീട്ടിലേക്കുള്ള വയ്യാട്ടോ. ഈ കാണുന്ന പുല്ലുകൾ ഈ കവുങ്ങിനൊക്കെ തടം തുറന്ന് ചണ്ടി ഞമ്മലൊക്കെ ഇട്ട് ഈ വെട്ടണ പുല്ലും ചെത്തണ പുല്ലൊക്കെ അയക്കിടുക. അതുപോലെ ഒരു 2-3 തെങ്ങ് നമ്മൾ തടം തുറക്കും അത്യാവശ്യം വട്ടത്തിൽ. അതിക്കൊക്കെ ഈ ചണ്ടി ചാമ്പും കണ്ടോളി, ശരി കണ്ടോളി. വായൊക്കെ നന്നാക്കുക. ഇവിടെയൊക്കെ ചെത്തി കോരി എന്ത് ചെയ്യുക, നന്നാക്കുക. ഈ 2 ഭാഗം അത്യാവശ്യം ഏരിയ ഉണ്ട്, 2 ഭാഗം തല വരെ ചെയ്യണം കേട്ടോ. ശരിക്കും ബിഫോർ കണ്ടോളൂ മുത്തുമണികളെ, കണ്ടോളൂ. ഇന്ന് നമ്മൾ 2 ആൾക്കാരുണ്ട്. നമുക്ക് ഒറ്റ ദിവസം വർക്കാണ്, നമുക്ക് വേറെയും വർക്കുണ്ട്. ആദ്യ വർക്ക് ഇതായിരുന്നു. ശരിക്കും കണ്ടോളി. ഇത് 100ക്ക് 101 ആക്കാൻ നമ്മോട് പറഞ്ഞ് ശരിക്കും കണ്ടോളി മുത്തുമണികളെ. തൊടുവിലാണ്, മുറ്റത്തിൻ്റെ കുപ്പത്തോടെയും കാര്യമൊന്നുമല്ല, തൊടുവാണ്. വീട്ടിലുള്ള റോഡ് സൈഡിലുള്ള തൊടുവാണ്. കണ്ടില്ലേ, അത് നമ്മൾ ആദ്യം കവുങ്ങിനൊക്കെ ഇതേപോലെ തടം തുറന്നിട്ടോ. എല്ലാത്തിനും ഇങ്ങനെ ഒരു 10-20 കവുണ്ട് അതേപോലെ ചെയ്ത് നമ്മൾ ഒരു 2-3 തെങ്ങും നമ്മൾ തെങ്ങ് കണ്ടില്ല നിങ്ങൾ. മുമ്പ് നമ്മൾ ചണ്ടയൊക്കെ ഇട്ടോ, ഒന്നുകൂടി വട്ടത്തിൽ അയച്ചെന്ന് വീണ്ടും തുറന്നിട്ട് എന്ത് ചെയ്ത് പഴയ ചണ്ടയൊക്കെ ഇളക്കിയിട്ട് ഇനി നമ്മളുള്ള വേസ്റ്റും കാര്യമൊക്കെ ആയിക്കൂടും. ഏത് നമ്മൾ ഈ ചെത്തന പുല്ലും കാര്യമൊക്കെ അതിനും വേണ്ടി തുറന്നാട്ടോ മുത്തുമണികളെ. നമ്മൾ ചെത്തൽ തുടങ്ങിയിട്ടോ. നമ്മൾ ആഫ്റ്റർ കാണിച്ചു തരാം മുത്തുമണികളെ. ഫസ്റ്റ് വർക്കിൻ്റെ ആഫ്റ്റർ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ആഫ്റ്റർ എങ്ങനെയുണ്ട്, സെറ്റല്ലേ? മാഷാ അല്ലാ, കൊല്ലും മാഷ ഉണ്ടല്ലേ. ഗേറ്റിൻ്റെ ഇവിടുന്ന് പോയി വായൻ്റെ അവിടെയുള്ള പുല്ലിട്ടി, ഇവിടെ പുല്ല് കെട്ടി ചണ്ടി ഞമ്മലൊക്കെ ഉണ്ടല്ലേ, ഇവിടെയൊക്കെ നന്നാക്കി. 100ക്ക് 101 തുളസിൻ്റെ ഇലയുടെ നിർത്താൻ പറഞ്ഞു. ഓക്കെ, തുളസി ഐശ്വര്യല്ലേ അല്ലാ. ഈ തെങ്ങിനൊക്കെ ചണ്ടി ഞമ്മലിട്ട് കൊടുത്ത് ആ ഏരിയയിലുള്ള ചണ്ടി അവിടെ നിന്നിട്ട് ഉണ്ട് കൗങ്ങിന് മറ്റേ കണ്ടങ്ങൾ എല്ലാ ചണ്ടി ഞമ്മലും ഇവിടെയുള്ള പുല്ലും കാര്യമൊക്കെ എന്ത് ചെയ്ത് നമ്മൾ അതിനിട്ടെടുത്ത് കറുത്തൊക്കെ അതൊക്കെ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ആ വായും കറുത്തൊക്കെ നമ്മൾ കുഴിച്ചിട്ട് അങ്ങനെ സാറായിട്ട് മാഷാ അല്ലാ. ഈ വീട്ടിൽ നമ്മൾ ഒരുപാട് വർക്ക് എടുക്കാൻ കേട്ടോ. ഉണ്ടോ ഈ തെങ്ങിനുണ്ടെങ്കിൽ ആ ചണ്ടിയും അമ്മലും അതൊക്കെ നമ്മളേക്ക് ചാമ്പി ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഏരിയകളൊക്കെ ശരിക്കും ഉണ്ടല്ലേ. ആ കൗങ്ങിൻ്റെ മറ്റുള്ള ചണ്ടിയൊക്കെ ഇട്ട് എന്ത് ചെയ്ത് സെറ്റാക്കി എടുത്ത് ആ ചാക്കത്തിനെ കെട്ടി വെച്ചാൽ അതും നമ്മൾ വെച്ചതന്നെ. ഇനി അത് പന്നി വിത്താക്കാളുണ്ട്. ഈ കവുങ്ങും നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി ഈ കവുങ്ങും നമ്മൾ കുഴിച്ചിട്ടേന് മുത്തുമണികളെ അല്ലേ, എല്ലാം സെറ്റാക്കി. അങ്ങനെ ഇവിടുത്തെ വർക്ക് തീർന്ന് നമ്മൾ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 30 സെൻറ്റ് സ്ഥലമുണ്ട്. കണ്ടില്ലേ, തേങ്ങ പറിച്ചണാണ്. ഓക്കെ, തേങ്ങ ഇട്ടൊളിയാണ്. എനിക്ക് തേങ്ങ ഇടുമ്പോൾ തേങ്ങ പുറക്കാൻ ചെയ്യാറുണ്ട് കാടുകൊണ്ട്. കണ്ടില്ലേ, 30 സെൻറ്റ്. അപ്പോൾ ഒറ്റ ദിവസം വർക്ക് നമുക്ക് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ വെട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഏത് വെട്ടും നമ്മളെടുത്തുണ്ട്. എങ്ങനെയാണ് പെരക്കാർക്കുമ്പോൾ അതേപോലെ നമ്മൾ ചെയ്യും. അത്യാവശ്യം കാടുണ്ട്, നമ്മൾ കാണിച്ചിട്ടോ. ഇതിൻ്റെയൊക്കെ ഹൈറ്റിൽ ഞാൻ കാണിച്ചതാ, കണ്ടോളി. കണ്ടില്ലേ വരും കണ്ടിക്കാണ്. ഞാൻ നിന്നിട്ട് വരെ കാട് പൊന്തിരും. കണ്ടില്ലേ, കാണില്ല. 30 സെൻറ്റ് ഇതേപോലെ. അങ്ങനെ നമ്മൾ ഓപ്പൺ വെട്ടെന്ന് പറഞ്ഞാൽ വെട്ടി നിലത്താനോടും ഏറെ കുറേയൊക്കെ തെങ്ങിന് വലിച്ചു. നമ്മൾ ഒറ്റ ദിവസം വർക്കല്ല. കണ്ടില്ലേ ഇക്കോളത്തെ എങ്ങനെയുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിനാക്കില്ല, എല്ലാത്തിനാണ് കൊന്നിട്ട്. കണ്ടില്ലേ, എല്ലാ പുല്ലും നീട്ടി വലിച്ച് വെട്ടനിട്ട്. ഇത് ഈ ആഫ്റ്റർ കാട്ടുകൂടി നമ്മളെ വൈബങ്ങ് ഫിനിഷ് ചെയ്തു. 30 സെൻറ്റ് സ്ഥലം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 2 ആൾക്കാർ കഴിഞ്ഞ് ഒറ്റ ദിവസം വർക്ക് ചെയ്യാനുണ്ടല്ലേ. നിങ്ങൾക്ക് തേങ്ങ ഒക്കെ പുറക്കുക, തേങ്ങ ഇടാൻ പോകണം, ഒന്നും കുഴപ്പമില്ല, ഉസ്സാറാക്കി വിടും. കണ്ടില്ലേ, ഏറെ കുറേ നമ്മൾ തെങ്ങ് വലിച്ചിടും. നമുക്ക് അങ്ങനത്തെ വർക്കാണ്, ഒറ്റ ദിവസം വർക്കാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള വർക്കിൽ തീർത്തു കൊടുക്കും. അപ്പോൾ ഇതോടെ നമ്മൾ വൈബ് ഫിനിഷ് ആയി. അപ്പോൾ അടുത്ത വീഡിയോസ് ഓക്കെ ഗുഡ് ബൈ, താങ്ക് യു. എല്ലാ വർക്കും നമ്മളെടുത്തുണ്ട്.